ഹായ്, ശരത്താണ്. ഈ വീഡിയോയിൽ നമ്മൾ സംസാരിക്കാനായിട്ട് പോകുന്ന പി ഇ റേഷ്യോ, അതുപോലെ തന്നെ ഫോർവേഡ് പി ഇ, അതുകൂടാതെ പെഗ് റേഷ്യോ. ഇത് മൂന്നും എന്താണെന്നുള്ള കാര്യം, എന്താണെന്നുള്ളതിനെ കഴിഞ്ഞ് കൂടുതലായിട്ട് ഇതൊക്കെ നമ്മൾ ലോജിക്കലായിട്ട് എങ്ങനെ ഇൻവെസ്റ്റ് ചെയ്യുന്ന സമയത്ത് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും, അല്ലെങ്കിൽ ഇതൊക്കെ മനസ്സിലാക്കിയിരിക്കേണ്ടതിന്റെ ഇമ്പോർട്ടൻസിനെ പറ്റിയിട്ടാണ് പറയുന്നത്. വേറെ അധികം റേഷ്യോസ് ഒന്നും നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല. നമുക്ക് ബേസിക് ആയിട്ട് വാലുവേഷൻസ് മനസ്സിലാക്കാനായിട്ട് പി ഇ റേഷ്യോ, അതുപോലെ തന്നെ ഫോർവേഡ് പി, പെഗ് റേഷ്യോ, ഇത് മൂന്നും നമ്മൾ അറിഞ്ഞിരിക്കേണ്ടതായിട്ടുണ്ട്. ഞാൻ ഇതിനെപ്പറ്റി ഡീറ്റെയിൽ ആയിട്ട് നേരത്തെ വീഡിയോ ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ പെഗ് റേഷ്യോ, പി ഇ റേഷ്യോ ഒക്കെ എന്താണെന്നും ഫോർവേഡ് പി എന്താണെന്നൊക്കെ നല്ല ധാരണയുള്ള ആളുകൾ ഇത് മുന്നോട്ട് കാണണമെന്നില്ല. കാരണം കൂടുതലായിട്ടൊന്നുമില്ല, നമ്മൾ ഈ ഒരു കാര്യത്തെ നമ്മൾ കുറച്ചുകൂടെ സിമ്പിൾ ആയിട്ട് എക്സ്പ്ലെയിൻ ചെയ്യാനായിട്ടാണ് ഉദ്ദേശിക്കുന്നത്. ഏറ്റവും സിമ്പിൾ ആയിട്ടുള്ള രീതിയിൽ പറഞ്ഞുതരാം. ഒരു 1000 രൂപ മുടക്കിയാണ് ഒരാളുടെ ബിസിനസ് മൊത്തത്തിൽ സ്റ്റാർട്ട് ചെയ്തെന്ന് വിചാരിക്കാം. 1000 രൂപയാണ് അയാൾ ആകെ മൊത്തത്തിൽ അതിന് വേണ്ടി സ്പെൻഡ് ചെയ്യേണ്ടത്. അതാണ് ആ ബിസിനസിന്റെ മൊത്തമുള്ള വാല്യൂ. അതിൽ അയാൾ ബിസിനസ് ചെയ്തതിന് ശേഷം ഒരു വർഷത്തിന് ശേഷം ഇപ്പോൾ അയാൾ നോക്കുമ്പോൾ അതിലൊരു 300 രൂപ അയാൾ റവന്യൂ ജനറേറ്റ് ചെയ്തു. 300 രൂപ റവന്യൂ ജനറേറ്റ് ചെയ്തു. അതിന്റെ എക്സ്പെൻസ് കാര്യങ്ങളെല്ലാം കഴിഞ്ഞതിന് ശേഷം ഏകദേശം ഒരു 100 രൂപ അയാൾക്ക് പ്രോഫിറ്റ് ആയിട്ടുണ്ട്. അങ്ങനെ ഒരു ബിസിനസ് ആയിക്കാണ്. അപ്പൊ നമ്മൾ നിന്നിട്ട് നമ്മൾ നോക്കുകയാണ് ഈ ഒരു ബിസിനസ് എങ്ങനെയുണ്ട് അത് നോക്കാനായിട്ട്. നമ്മൾ അതിന്റെ ബേസിക് ആയിട്ട് അയാൾ എന്ത് ബിസിനസ്സാണ് ചെയ്യുന്നത്, അയാളുടെ ഫ്യൂച്ചറിൽ എന്തൊക്കെ പൊട്ടൻഷ്യൽ ഉണ്ട്, അല്ലെങ്കിൽ അയാൾ ഈ ബിസിനസ് ചെയ്യുന്ന ആ ഒരു ഇൻഡസ്ട്രി എങ്ങനെയുണ്ട്, അതിൽ ഗ്രോത്ത് ഉണ്ടോ, അങ്ങനത്തെ കാര്യങ്ങളെല്ലാം നമ്മൾ നോക്കും. ഇയാളുടെ പീർസ് ആയിട്ടുള്ള കമ്പനികൾ എങ്ങനെ പെർഫോം ചെയ്യുന്നു, ഇതെല്ലാം നോക്കിയാണ് നമ്മൾ ആ ഒരു ബിസിനസ്സിനെ നമ്മൾ അണ്ടർസ്റ്റാൻഡ് ചെയ്യാനായിട്ട് ശ്രമിക്കുന്നത്. ഇതെല്ലാം ചെയ്ത് ആ ഒരു ബിസിനസ് നല്ലൊരു ബിസിനസ് ആണെന്നും ഇയാൾക്ക് മുന്നിലേക്ക് നല്ല പൊട്ടൻഷ്യൽ ഉണ്ടെന്നും നല്ല ഓപ്പർച്യൂണിറ്റി കാര്യങ്ങളൊക്കെ ഉണ്ടെന്നും ഇയാൾ അതെല്ലാം മര്യാദയ്ക്ക് ചെയ്യുന്നുണ്ടെന്ന് നമ്മൾ മനസ്സിലാക്കിയതിന് ശേഷം നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യാൻ നേരം നമ്മൾ ഈ പി ഇ റേഷ്യോ കൊണ്ട് ഉദ്ദേശിക്കുന്നത് ഈ ഒരു കമ്പനി നമ്മൾ ഇപ്പോഴത്തെ ഒരു എമൗണ്ടിൽ നമ്മൾ വാങ്ങുന്നുണ്ടല്ലോ, അങ്ങനെ വാങ്ങുമ്പോൾ നമ്മൾ ഇപ്പോൾ സ്പെൻഡ് ചെയ്യുന്ന ഈ ഒരു ക്യാഷ് എന്ന് പറയുന്നത് ഓവർ എക്സ്പെൻസീവ് ആണോ, അല്ലെങ്കിൽ നമുക്ക് ഈ ഒരു ബിസിനസ് നമുക്ക് കിട്ടുന്ന ചീപ്പായിട്ടാണോ, ഈ ഒരു കാര്യം മാത്രം മനസ്സിലാക്കാനായിട്ടാണ് നമ്മൾ ഈ പി ഇ റേഷ്യോ കാര്യങ്ങളൊക്കെ അല്ലെ വാലുവേഷൻസിന് ബന്ധപ്പെട്ട എല്ലാ മെട്രിക്കുകളും നമ്മൾ യൂസ് ചെയ്യുന്നത്. ഈ ഒരു കാര്യം നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യുന്ന എമൗണ്ട് അല്ലെങ്കിൽ നമ്മൾ സ്പെൻഡ് ചെയ്യുന്ന എമൗണ്ട് നമ്മൾ ഓവറായിട്ട് പേ ചെയ്യുവാണോ, അല്ലെങ്കിൽ നമുക്ക് നല്ല വാലുവേഷനിൽ അല്ലെങ്കിൽ നല്ല കുറഞ്ഞ പൈസയിലാണോ ഇത് കിട്ടുന്നത് എന്നുള്ള കാര്യമാണ് നമുക്ക് അറിയേണ്ടത്. അതിന് വേണ്ടിയിട്ട് നമ്മളിപ്പോൾ നോക്കുന്നത്, ഇപ്പോൾ ഇയാളുടെ മൊത്തം ബിസിനസിന്റെ മൂല്യം എന്ന് പറഞ്ഞാൽ നമ്മൾ പറഞ്ഞു 1000 രൂപയാണ് ഇതിന് വേണ്ടി മൊത്തം സ്പെൻഡ് ചെയ്യേണ്ടതായിട്ട് വന്നിട്ടുള്ളത്, അല്ലെങ്കിൽ മൊത്തം ബിസിനസിന്റെ വാല്യൂ എന്ന് പറയുന്നത് 1000 രൂപയാണ്. അതുപോലെ തന്നെ അയാൾ പ്രോഫിറ്റ് ആയിട്ട് ജനറേറ്റ് ചെയ്തത് 100 രൂപയാണ്. അപ്പൊ നമ്മൾ ബേസിക് ആയിട്ട് ഈ സ്റ്റോക്ക് മാർക്കറ്റ് ഒന്നും ഇല്ല, ഈ ഒരു ബിസിനസ്സിലേക്ക് നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യാൻ ചെല്ലുവാണെന്നുണ്ടെങ്കിൽ നമ്മൾ നോക്കുന്നത് എന്താ, ഇയാളുടെ എത്ര രൂപ അയാൾ ഇൻവെസ്റ്റ് ചെയ്തു, അതിനകത്ത് എത്ര രൂപ അയാൾ പ്രോഫിറ്റ് ആയിട്ട് മേക്ക് ചെയ്തു. അതാണ് നമ്മുടെ പ്രൈമറി ആയിട്ടുള്ള നമ്മൾ നോക്കുന്ന ഒരു കാര്യം. അത് നോക്കുമ്പോൾ 1000 രൂപ ഇൻവെസ്റ്റ് ചെയ്ത് 100 രൂപ ലാഭം, ഏകദേശം 10% ലാഭം ഇയാൾ മേക്ക് ചെയ്യുന്നുണ്ട്. അതാണ് നമ്മൾ നോർമലി നോക്കുന്നത്. ഇതേ സെയിം കാര്യം തന്നെ തിരിച്ചിടുകയാണ് നമ്മൾ പി ഇ റേഷ്യോയിൽ ചെയ്യുന്നത്. പി ഇ റേഷ്യോ എന്ന് പറഞ്ഞാൽ വേറെ ഒന്നുമില്ല, ഈ പറഞ്ഞ പ്രോഫിറ്റ് ഉണ്ടല്ലോ, പ്രോഫിറ്റിന്റെ എത്ര ഇരട്ടിയാണ് ഈ കമ്പനിയുടെ വില. കമ്പനിയുടെ മൊത്തം വില 1000 രൂപ, ഇയാൾ പ്രോഫിറ്റ് ആയിട്ട് ഉണ്ടാക്കുന്നത് 100 രൂപ. ഈ 100 രൂപയുടെ എത്ര ഇരട്ടി, ഇയാൾ ഈ വർഷം ഉണ്ടാക്കിയ പ്രോഫിറ്റിന്റെ എത്ര ഇരട്ടിയാണ് ഈ ഒരു മൊത്തം ബിസിനസിന്റെ വില എന്നുള്ള കാര്യമാണ് നമ്മൾ പി ഇ റേഷ്യോയിൽ നോക്കുന്നത്. അപ്പൊ ഇപ്പോൾ ഉണ്ടാക്കിയ പ്രോഫിറ്റ് 100 രൂപ ഇൻറ്റു എക്സ്, അതായത് നമുക്ക് അറിയത്തില്ല അയാളുടെ എത്ര ടൈംസ് ആണെന്നുള്ള കാര്യം. അപ്പൊ പ്രോഫിറ്റിന്റെ എത്ര ടൈംസ് ആണ്, പ്രോഫിറ്റ് ഗുണം എക്സ് ഈസ് ഈക്വൽ ടു 1000, അതായത് ടോട്ടൽ മൊത്തം കമ്പനിയുടെ വില. അപ്പൊ 100 ഇൻറ്റു എക്സ് ഈസ് ഈക്വൽ ടു 1000. അതിൽ എക്സ് കാൽക്കുലേറ്റ് ചെയ്യാൻ എക്സ് ഈസ് ഈക്വൽ ടു 1000 ഡിവൈഡ് ബൈ ആ 100 എന്ന് പറയുന്ന നമ്പർ. അത് നമുക്ക് എത്ര കിട്ടും, 10 എന്ന് കിട്ടും. സിമ്പിൾ ആയിട്ട് പറഞ്ഞാൽ 100 രൂപ പ്രോഫിറ്റ് ഉണ്ടാക്കിയ കമ്പനിയുടെ 10 ഇരട്ടി, ആ പ്രോഫിറ്റിന്റെ 10 ഇരട്ടിയാണ് കമ്പനിയുടെ മൊത്തം വില എന്നുള്ളത്. ഇതാണ് നമ്മൾ പി ഇ റേഷ്യോ കാണുമ്പോൾ നമ്മൾ ബേസിക് ആയിട്ട് മനസ്സിലാക്കിയിരിക്കുന്നത്. ഏതൊരു കമ്പനിയുടെ 25 പി, 30 പി, 40 പി എന്നൊക്കെ പറഞ്ഞാൽ ആ കമ്പനി, ആ ബിസിനസ് ആ ഒരു വർഷം ജനറേറ്റ് ചെയ്ത ടോട്ടൽ പ്രോഫിറ്റ് അതിന്റെ എത്ര ഇരട്ടിയാണെന്നുള്ള കാര്യം പറയുന്നത്. അപ്പോൾ ഒരു ബിസിനസിന്റെ 25 പി എന്ന് പറഞ്ഞാൽ ആ കമ്പനിയുടെ മൊത്തം വാല്യൂ എന്ന് പറയുന്നത് ഈ വർഷം ഉണ്ടാക്കിയ പ്രോഫിറ്റിന്റെ 25 ഇരട്ടി. അതായത് അടുത്ത 25 വർഷം കൊണ്ട് ഇതേ പ്രോഫിറ്റ് ഈ കമ്പനി മേക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇപ്പോൾ ഉള്ള കമ്പനിയുടെ അതേ മൂല്യം ഇവർക്ക് ജനറേറ്റ് ചെയ്യാനായിട്ട് പറ്റും. ഇപ്പൊ കമ്പനിയുടെ ടോട്ടൽ വാല്യൂ എത്രയുണ്ടോ അത്രയും ക്യാപിറ്റൽ തന്നെ, അത്രയും എമൗണ്ട് തന്നെ ഇവർക്ക് അടുത്ത ഈ പറഞ്ഞ 25 പി എങ്കിൽ 25 വർഷം കൊണ്ട് ആ സെയിം എമൗണ്ട് ഇവർക്ക് പ്രോഫിറ്റോടെ മേക്ക് ചെയ്യാനായിട്ട് പറ്റുമെന്നുള്ള കാര്യമാണ് മനസ്സിലാക്കുന്നത്. അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ ഈ പി ഇ റേഷ്യോ ഏറ്റവും കുറഞ്ഞിരിക്കുന്ന കമ്പനികളാണ് ഏറ്റവും നല്ലതെന്ന് പറയുന്നത്. കാരണം പി ഇ റേഷ്യോ കുറഞ്ഞിരിക്കുക എന്ന് പറഞ്ഞാൽ എന്താണ്, ഇപ്പൊ പി ഇ റേഷ്യോ 5 എന്ന് പറഞ്ഞാൽ ഇപ്പോൾ ഉള്ള പ്രോഫിറ്റിന്റെ 5 ഇരട്ടിയാണ് ടോട്ടൽ കമ്പനിയുടെ വില. സെയിം ടൈമിൽ പി ഇ റേഷ്യോ 100 എന്ന് പറഞ്ഞാൽ ഇപ്പോൾ ഉള്ള പ്രോഫിറ്റിന്റെ 100 ഇരട്ടിയാണ് കമ്പനിയുടെ വില. അപ്പൊ കമ്പനിയുടെ വില ഒരുപാട് കൂടുതലാണ് പ്രോഫിറ്റുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ. പ്രോഫിറ്റിനെ കഴിഞ്ഞ് ഒരുപാട് കൂടുതലാണ് കമ്പനിയുടെ വില. ഇപ്പോഴത്തെ കമ്പനി അങ്ങനെയല്ല, പ്രോഫിറ്റിനെ കഴിഞ്ഞും കുറച്ച് അടുത്താണ്. അതായത് ഇപ്പം 100 ആണെങ്കിൽ 1000 ആണ് അതിന്റെ ടോട്ടൽ വാല്യൂ, അതായത് 10 ഇരട്ടിയേ ഉള്ളൂ. പ്രോഫിറ്റിന്റെ ഏകദേശം അടുത്താണ്. അടുത്തൊരു 10 വർഷം കൊണ്ട് ഈ കമ്പനിയുടെ അതേ മൂല്യത്തിലുള്ള രീതിയിൽ ഇവർക്ക് പ്രോഫിറ്റ് ജനറേറ്റ് ചെയ്യാൻ പറ്റും. അതുകൊണ്ടാണ് നമ്മൾ ഈ പി ഇ റേഷ്യോ ഏറ്റവും കുറവുള്ള നമ്പറിനെ നമ്മൾ എടുക്കാനായിട്ട് നോക്കുന്നത്. പക്ഷെ ഇവിടെ ഒരു കാര്യമുള്ള എന്താണെന്ന് വെച്ചാൽ, നമ്മൾ ഇവിടെ ഈ കാണുന്നത് ഈ കമ്പനി ഓൾറെഡി പെർഫോം ചെയ്ത് ഈ വർഷം അവർ ജനറേറ്റ് ചെയ്ത പ്രോഫിറ്റിനെ പറ്റിയിട്ടാണ്. ഈ ഒരു കാര്യത്തിന് നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യുന്ന സമയത്തേക്ക്, ഫ്യൂച്ചർ നോക്കി ഇൻവെസ്റ്റ് ചെയ്യുന്ന സമയത്തേക്ക്, വരുന്ന വർഷങ്ങളിൽ ഈ ഒരു കമ്പനിയുടെ പെർഫോമൻസ് നോക്കി ഇൻവെസ്റ്റ് ചെയ്യുന്ന ഒരാൾക്ക് ഇത് പാസ്റ്റിൽ എന്ത് ചെയ്തു എന്നുള്ള കാര്യം നമുക്ക് ബേസിക് ആയിട്ടൊന്ന് അറിഞ്ഞിരിക്കണം എന്നുള്ളത്. അതിപ്പോൾ ഇത് ഈ ബിസിനസിന്റെ എന്ത് കാര്യമാണെന്നുണ്ടെങ്കിലും, ഇവരുടെ പെർഫോമൻസ് എങ്ങനെയാണെന്നുള്ള കാര്യമാണെങ്കിലും, പി ഇ റേഷ്യോ ആണെങ്കിലും, എന്തൊക്കെ മെട്രിക്കുകളാണെങ്കിലും അത് ജസ്റ്റ് നമുക്കൊന്ന് അറിഞ്ഞിരിക്കണം എന്നേ ഉള്ളൂ. നമുക്ക് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് അറിയേണ്ടത്
ഫ്യൂച്ചർ എന്ന് പറയുന്ന കാര്യമാണ്. ഫ്യൂച്ചർ നമുക്ക് കൃത്യമായിട്ട് എക്സാക്റ്റ് ആയിട്ട് പറയാൻ പറ്റില്ല, പക്ഷേ ഇതിന്റെ ഡയറക്ഷൻ എങ്ങോട്ടാണെന്നുള്ള കാര്യവും ഈ ബിസിനസ് എങ്ങനെയൊക്കെ പെർഫോം ചെയ്യുമെന്നുള്ള കാര്യമാണ് നമുക്ക് അറിയേണ്ടത്. അങ്ങനെ നോക്കുമ്പോൾ ഈ സെയിം ബിസിനസ് നടത്തുന്ന ആൾ വന്നിട്ട് പറയുകയാണ്, അടുത്ത വർഷം ഞങ്ങൾ ഇപ്പോൾ ഉള്ള റവന്യൂവിന്റെ ഡബിളിന് മുകളിൽ ഞങ്ങൾ റവന്യൂ ജനറേറ്റ് ചെയ്യും. ഇപ്പൊ 300 ഞങ്ങളുടെ റവന്യൂ എങ്കിൽ അടുത്ത വർഷം ഒരു 600 650 ഞങ്ങൾ റവന്യൂ ആയിട്ട് ജനറേറ്റ് ചെയ്യും. അതുപോലെ തന്നെ പ്രോഫിറ്റ് ആയിട്ട് ഇപ്പോൾ ഉള്ളതിന്റെ ഡബിൾ എങ്കിൽ ഞങ്ങൾ പ്രോഫിറ്റ് ആക്കും. അതായത് ഇപ്പൊ 100 ആണ് അവരുടെ പ്രോഫിറ്റ് എങ്കിൽ അടുത്ത വർഷം അവർ 200 രൂപയെങ്കിലും പ്രോഫിറ്റ് ജനറേറ്റ് ചെയ്യും എന്നുള്ള കാര്യമാണ് മാനേജ്മെന്റ് എന്ന് പറയുന്നത്. അങ്ങനെ പറയുമ്പോഴത്തേന് ഇൻവെസ്റ്റ് ചെയ്യാൻ നിൽക്കുന്ന ആൾ, അപ്പൊ നമ്മൾ ഈ ഒരു സിറ്റുവേഷൻ നിൽക്കുമ്പോൾ ഓൾറെഡി കമ്പനിയുടെ കഴിഞ്ഞ വർഷത്തെ പെർഫോമൻസ് നോക്കുമ്പോൾ അതിന്റെ PE റേഷ്യോ 10 ആണ്. 1000 ഡിവൈഡ് ബൈ 100 10 ആണ്. അതേപോലെ തന്നെ പക്ഷെ ഒരു ഇൻവെസ്റ്റർ എന്നുള്ള രീതിയിൽ നോക്കുമ്പോൾ നമുക്ക് അടുത്ത വർഷം ഇവരുടെ പെർഫോമൻസ് എന്താണെന്നുള്ള കാര്യമാണ് ഈ ബിസിനസ് റൺ ചെയ്യുന്ന, ഈ ബിസിനസ് ഓൺ ചെയ്യുന്ന ആൾ വന്നിട്ട് പറയുകയാണ്, അടുത്ത വർഷം ഞങ്ങൾ 200 രൂപയുടെ പ്രോഫിറ്റ് ഞങ്ങൾ ജനറേറ്റ് ചെയ്യുന്നുള്ള കാര്യം. അത് നോക്കുമ്പോൾ ഇപ്പൊ കമ്പനിയുടെ വില 1000, അന്നേരം അവർ ജനറേറ്റ് ചെയ്യാൻ പോകുന്ന പ്രോഫിറ്റ് എന്ന് പറഞ്ഞാൽ 200. അപ്പൊ 200ന്റെ എത്ര ഇരട്ടിയാണ് കമ്പനിയുടെ മൊത്തം വില? അതായത് 1000 ഡിവൈഡ് ബൈ 200. അത് നോക്കുമ്പോൾ നമുക്ക് എത്ര കിട്ടും? 5 എന്ന് കിട്ടും. അടുത്ത വർഷം ആകുമ്പോൾ ഈ കമ്പനിയുടെ PE റേഷ്യോ എന്ന് പറയുന്നത് 5 ആയിട്ട് കുറയും എന്നുള്ള കാര്യമാണ് നമുക്കത് കാണാനായിട്ട് പറ്റുന്നത്. ഇപ്പൊ 10 ആയിട്ടുള്ള കമ്പനി അടുത്ത വർഷം 5 ആയിട്ട് ഇത് കുറയാനായിട്ട് പോവാണെന്നുള്ള കാര്യമാണ് നമ്മൾ അതിൽ നിന്ന് മനസ്സിലാക്കുന്നത്. അതായത് പ്രോഫിറ്റ് ഡബിൾ ആവുന്നു. 100 നിന്ന് 200 ആയിട്ട് പ്രോഫിറ്റ് കൂടി. സെയിം ടൈമിൽ PE റേഷ്യോ 10 നിന്ന് 5 ആയിട്ട് കുറഞ്ഞു. പ്രോഫിറ്റ് ഡബിൾ ആയി, അതുകൊണ്ട് തന്നെ PE റേഷ്യോ ഹാഫ് ആയിട്ട് കുറഞ്ഞു പോയി. അപ്പൊ എന്താ മനസ്സിലാവുന്നത്? ഇത് മനസ്സിലാവാത്ത ഒരാൾ എന്ത് ചെയ്യും? നമ്മൾ ഇപ്പോഴത്തെ PE റേഷ്യോ നോക്കിയിട്ട് 10 ആണ് എക്സ്പെൻസീവ് ആണെന്ന് പറഞ്ഞ് നമ്മളിരിക്കും. സെയിം ടൈമിൽ അത് മനസ്സിലാക്കി അടുത്ത വർഷത്തെ മനസ്സിലാക്കി ഇൻവെസ്റ്റ് ചെയ്യുന്ന ഒരാൾക്ക്, ഫോർവേഡ് PE കാൽക്കുലേറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരാൾക്ക്, ആ ഫോർവേഡ് PE കാൽക്കുലേറ്റ് ചെയ്യണമെങ്കിൽ അടുത്ത വർഷം എന്ത് പ്രോഫിറ്റ് ജനറേറ്റ് ചെയ്യും എന്നുള്ള കാര്യമാണ്. അതറിയണമെങ്കിൽ ബേസിക് ആയിട്ട് ബിസിനസിനെ ട്രാക്ക് ചെയ്യണം. അതുപോലെ അവർ റവന്യൂ എത്ര ജനറേറ്റ് ചെയ്യും, ഇവരുടെ അടുത്ത വർഷത്തിന് എക്സ്പെൻസ് കാര്യങ്ങളൊക്കെ കുറയുവാണോ, മാർജിൻസ് കാര്യങ്ങളൊക്കെ ഇമ്പ്രൂവ് ആവുന്നുണ്ടോ, ഇനി ഇയാൾ ഈ പറഞ്ഞാലും 600 കോടി 650 കോടിയൊക്കെ റവന്യൂ ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇയാൾ എങ്ങനെ അത് ചെയ്യും, അതിനെ പറ്റിയിട്ട് എന്തെങ്കിലും പറയുന്നുണ്ടോ? അതുപോലെ തന്നെ ഇതിപ്പോൾ ഒരു മാനുഫാക്ചറിങ് ബിസിനസ് ആണെന്നുണ്ടെങ്കിൽ ഇവരുടെ ക്യാപെക്സ് അല്ലെ മാനുഫാക്ചറിങ്ങിന് വേണ്ടിയിട്ടുള്ള ക്യാപെക്സ് കാര്യങ്ങൾ ഇവർ ചെയ്യുന്നുണ്ടോ? അതല്ല എന്തെങ്കിലും സർവീസ് കാര്യങ്ങൾ അല്ലെങ്കിൽ പ്ലാറ്റ്ഫോം ബേസ്ഡ് ആയിട്ടുള്ള ബിസിനസ് ആണെന്നുണ്ടെങ്കിൽ ഇവർ ആ ഒരു രീതിയിലോ അല്ലെങ്കിൽ സെയിൽസിന് വേണ്ടിയിട്ടുള്ള കൂടുതൽ ആൾക്കാരെ എടുക്കുന്നുണ്ടെന്നുള്ള കാര്യം, എന്തൊക്കെയാണ് എന്താണ് ബിസിനസ് ചെയ്യുന്നത്, ആ ബിസിനസ് ഈ പറഞ്ഞ പോലെ ഇരട്ടിയാക്കാനായിട്ടുള്ള കാര്യങ്ങൾ ഇവർ ചെയ്യുന്നുണ്ടോ എന്ന് നമ്മൾ നോക്കണം. അതിനുശേഷം ഇത് എക്സിക്യൂട്ട് ആവുന്നുണ്ടോ എന്ന് നോക്കണം. ഇത്രയും കാര്യങ്ങൾ മനസ്സിലാക്കാൻ പറ്റുന്ന ആൾക്ക് ഇവരുടെ അടുത്ത വർഷത്തെ ഫോർവേഡ് PE എത്രയാണെന്ന് കാൽക്കുലേറ്റ് ചെയ്യാൻ പറ്റും. അത് കാൽക്കുലേറ്റ് ചെയ്യുന്ന സമയത്ത് നമുക്ക് അടുത്ത വർഷത്തെ PE റേഷ്യോ കാര്യങ്ങൾ കിട്ടും. അപ്പൊ നമുക്ക് ഈ കമ്പനിയുടെ അടുത്ത വർഷത്തിനുള്ള വാല്യൂഷൻസ് കിട്ടും. അത് കിട്ടുമ്പോഴാണ് നമുക്ക് ഇപ്പൊ ഈ കമ്പനിയിൽ ഇൻവെസ്റ്റ് ചെയ്താൽ നമ്മൾ അടുത്ത വർഷത്തേന്, ഒരു വർഷം കഴിയുമ്പോഴത്തേന് നമ്മുടെ ഇൻവെസ്റ്റ്മെന്റ് കുറച്ചും കൂടെ ചീപ്പായി പോകും, അല്ലെങ്കിൽ നമ്മൾ കുറച്ചുകൂടെ ചീപ്പായിട്ടാണ് ഈ ഒരു ബിസിനസ്സിനെ മേടിച്ചത് എന്നുള്ള കാര്യം നമുക്ക് അന്നേരം മനസ്സിലാവും. അത് മനസ്സിലാക്കണമെങ്കിൽ നമുക്ക് ആ സമയത്തെ പ്രോഫിറ്റ് കാൽക്കുലേറ്റ് ചെയ്യാൻ പറ്റണം. അതുകൊണ്ട് തന്നെ അടുത്ത വർഷത്തെ പ്രോഫിറ്റ് വെച്ചിട്ട് അവരുടെ PE റേഷ്യോ എത്രയായിരിക്കും നമ്മൾ ആന്റിസിപ്പേറ്റ് ചെയ്യുന്നതിനെയാണ് നമ്മൾ ഫോർവേഡ് PE എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യുന്ന ഒരാൾക്ക് ഇപ്പോഴത്തെ PE റേഷ്യോ എന്ന് പറയുന്ന ഒരു കാര്യത്തിന്റെ ആവശ്യമില്ല. അടുത്ത വർഷം അവരുടെ PE റേഷ്യോ എന്താണെന്നുള്ള കാര്യമാണ് നമുക്ക് അറിയേണ്ടത്. അപ്പൊ അങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ നമുക്ക് കുറെ PE റേഷ്യോസ് കിട്ടും. ഇപ്പൊ പല കമ്പനികളുടെ PE റേഷ്യോസ് എടുക്കുമ്പോൾ അത് പല PE റേഷ്യോ ആയിരിക്കും. ചിലപ്പോൾ ചിലതിന്റെ 25 ആയിരിക്കും, ചിലതിന്റെ ഈ പറഞ്ഞ പോലെ 10 ആയിരിക്കും, ചിലതിന്റെ 100 ആയിരിക്കും, 150 ആയിരിക്കും, ചിലതിന്റെ നോക്കിയാൽ 200 ആയിരിക്കും. ഈ രീതിയിൽ പല PE റേഷ്യോസ് നമുക്ക് കിട്ടും. അപ്പൊ അതിൽ നമുക്ക് ലോജിക്കലായിട്ട് നമ്മൾ നോക്കുമ്പോൾ നമുക്ക് എന്താ വേണ്ടത്? ഏറ്റവും കുറഞ്ഞ PE ആണ് നമുക്ക് വേണ്ടത്. പക്ഷെ എല്ലാ സിറ്റുവേഷൻസിലും ഈ ഏറ്റവും കുറഞ്ഞ PE ആയിരിക്കത്തില്ല ഏറ്റവും നല്ല PE. അതല്ലെങ്കിൽ ആ ബിസിനസ് ആയിരിക്കില്ല ഏറ്റവും നല്ല വാല്യുവേഷൻസിൽ അവൈലബിൾ ആയിട്ടുള്ളത്. അത് മനസ്സിലാക്കണമെന്നുണ്ടെങ്കിൽ നമ്മൾ ഈ PE മാത്രം നോക്കി കഴിഞ്ഞാൽ നമുക്കത് മനസ്സിലാവില്ല. കാരണം ഞാൻ നേരത്തെ പറഞ്ഞു, ഈ ഒരു ബിസിനസിന്റെ ഫോർവേഡ് PE 10 നിന്ന് 5 ആയിട്ട് കുറഞ്ഞ എന്തുകൊണ്ടാണ്? അവർക്ക് ഗ്രോത്ത് വന്നുകൊണ്ടാണ്. എവിടെ ഗ്രോത്ത് വന്നുകൊണ്ടാണ്? റവന്യൂവിൽ ഗ്രോത്ത് വന്നുകൊണ്ടാണ്. ആ റവന്യൂ ഗ്രോത്തിനെ അവർക്ക് പ്രോഫിറ്റിലേക്ക് കൺവേർട്ട് ചെയ്യാൻ പറ്റുകൊണ്ടാണ്. EPSൽ അല്ലെങ്കിൽ പ്രോഫിറ്റിൽ ഗ്രോത്ത് വന്നുകൊണ്ടാണ് ഇവരുടെ ഈ പറഞ്ഞ PE റേഷ്യോ എന്ന് പറയുന്ന കാര്യം അടുത്ത വർഷം കുറഞ്ഞത്. അപ്പൊ ഈ PE റേഷ്യോനെ ഡിറ്റർമൈൻ ചെയ്യാനായിട്ട് അല്ലെങ്കിൽ ഇതിനെ ഏറ്റവും കൂടുതലായിട്ട് സ്വാധീനിക്കുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് അവരുടെ പ്രോഫിറ്റ് ആണ്. ആ പ്രോഫിറ്റിന്റെ ഗ്രോത്ത് ആണ്. അപ്പൊ ഗ്രൂത്ത് എന്ന് പറയുന്ന ഒരു കാര്യത്തിനും കൂടെ നമ്മൾ ഇതിന്റെ കൂട്ടത്തിൽ നോക്കേണ്ടതായിട്ടുണ്ട്. അതല്ലാന്നുണ്ടെങ്കിൽ വെറും നമ്പേഴ്സ് മാത്രമേ പോകും. അതുകൊണ്ട് കാര്യമില്ല. അപ്പം പെർഫോമൻസ് ഇപ്പോൾ ഒരേ കമ്പനിക്ക് 2 കമ്പനികൾക്ക് ചിലപ്പോൾ ഒരേ PE റേഷ്യോ ഉണ്ടെന്നുണ്ടായിരിക്കാം. ചില കമ്പനിക്ക് ഇപ്പോൾ ഒരേ 50 PE-ലുള്ള 2 ബിസിനസ് ഉണ്ടായിരിക്കും. സോ ഇതിൽ ഏതാണ് നമുക്ക് ചൂസ് ചെയ്യേണ്ടെന്നൊരു കൺഫ്യൂഷൻ വരും. ആ സമയത്ത് അതല്ലാന്നുണ്ടെങ്കിലും നമ്മൾ PE റേഷ്യോ കാൽക്കുലേറ്റ് ചെയ്യുന്ന സമയത്ത്, കാരണം അടുത്ത ഫോർവേഡ് PE നമ്മളിപ്പോൾ അടുത്ത വർഷത്തേനുള്ള PE റേഷ്യോ കാൽക്കുലേറ്റ് ചെയ്തു, അതിന് അടുത്ത വർഷത്തേന് ഈ ബിസിനസ് എങ്ങനെ പെർഫോം ചെയ്യും? ഇതങ്ങനെ ഇതിന്റെ PE റേഷ്യോ താഴേക്ക് വരണമെങ്കിൽ, അല്ലെങ്കിൽ ഇപ്പോൾ ഉള്ള അതേ പൊസിഷനിൽ, അതായത് ഈ സ്റ്റോക്കിന് വിലയൊന്നും കൂടുന്നില്ല, സ്റ്റോക്ക് അവിടെ തന്നെ നിൽക്കുകയാണ്, ഈ വില കൂടുന്ന വേണ്ടി ഒന്ന് എങ്ങനെയാണ് ഡിസൈഡ് ചെയ്യുന്നുള്ള കാര്യമാണ് ഈ പറയുന്നത്. അപ്പൊ ഇപ്പോൾ ഉള്ള അതേ പൊസിഷനിൽ സ്റ്റോക്കിന്റെ വില നിൽക്കുകയും അവിടെ നിന്ന് നോക്കുന്ന സമയത്ത് അടുത്ത വർഷം ഇതിപ്പോൾ ഉള്ള ഇതേ വിലയിൽ ഈ സ്റ്റോക്ക് നിന്നാൽ പോലും, ഇവിടുന്ന് പ്രൈസ് കൂടുതൽ കുറയൊന്നും ചെയ്യുന്നില്ല, ഈ ഒരു രീതിയിൽ നിന്നാൽ പോലും സ്റ്റോക്കിന്റെ PE റേഷ്യോ താഴേക്ക് വരുന്നു. സ്റ്റോക്ക് പിന്നെയും കൂടുതൽ അതായത് ചീപ്പ് ആയിക്കൊണ്ടിരിക്കുകയാണെന്നുള്ള കാര്യമാണ്. ഇതേ പ്രൈസിൽ നിൽക്കുമ്പോഴും സ്റ്റോക്ക് ചീപ്പ് ആവുക എന്നുള്ള കാര്യമാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. അവിടെ നമ്മൾ ഈ ഗ്രോത്തിനെയും കൂടെ നമ്മൾ ഇതിന്റെ കൂടെ കൂട്ടേണ്ടതായിട്ടുണ്ട്. അങ്ങനെ നോക്കുമ്പോൾ അതിന് വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്ന മെട്രിക്കാണ് നമ്മൾ ഈ പറഞ്ഞ പെഗ് റേഷ്യോ എന്ന് പറഞ്ഞത്.
പെഗ് റേഷ്യോ എന്ന് പറഞ്ഞാൽ വേറെ ഒന്നുമില്ല. നമ്മളിപ്പോൾ പി റേഷ്യോ കാൽക്കുലേറ്റ് ചെയ്തു. നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മളിവിടെ പി റേഷ്യോ എന്ന് പറയുന്നത് മുഴുവൻ ഫോർവേഡ് പി ആണ്. അപ്പൊ നമ്മൾ ഫോർവേഡ് പി ഇവിടെ കാൽക്കുലേറ്റ് ചെയ്യുന്നു. അതിനുശേഷം നമ്മൾ അവരുടെ ഗ്രോത്തിനെ കൂടെ ഇതുമായിട്ട് കമ്പയർ ചെയ്യുന്നു. പെഗ് റേഷ്യോ എന്ന് പറഞ്ഞാൽ പി ഡിവൈഡഡ് ബൈ ഗ്രോത്ത്, അതാണ് പെഗ് റേഷ്യോ എന്ന് പറയുന്നത്. അതിന്റെ മീനിങ് എന്ന് പറഞ്ഞാൽ വേറെ ഒന്നുമില്ല. നമ്മളിപ്പോൾ കാൽക്കുലേറ്റ് ചെയ്തപ്പോൾ 10 അല്ല 5 എന്ന് പറഞ്ഞാൽ പി റേഷ്യോ, അതിനെ അവരുടെ ഗ്രോത്ത് എത്രയാണെന്നുള്ള നമ്പർ വെച്ച് ഡിവൈഡ് ചെയ്യുകയാണ് ചെയ്യുന്നത്. ഉദാഹരണത്തിന് ഇപ്പം ഒരു കമ്പനിയുടെ പി റേഷ്യോ 50 ആണെന്ന് വിചാരിക്കുക. ആ കമ്പനിയുടെ ഗ്രോത്ത് റേറ്റ് എന്ന് പറയുന്നത് 100 ആണെന്ന് വിചാരിക്കുക. അപ്പൊ 50 ഡിവൈഡഡ് ബൈ 100 എന്ന് കിട്ടും. 50 ഡിവൈഡ് ബൈ 100 എന്ന് പറയുമ്പോൾ 0.5 എന്ന് കിട്ടും. സെയിം ടൈമിൽ അപ്പുറത്ത് വേറൊരു കമ്പനി ഉണ്ട്, അതിന്റെ പി റേഷ്യോ 50 ആണ്. ആ കമ്പനിയുടെ ഗ്രോത്ത് റേറ്റും 50% മാത്രമാണ്. ആദ്യം പറഞ്ഞ കമ്പനിയുടെ 50 ആണ് അവരുടെ പി റേഷ്യോ, രണ്ട് കമ്പനിക്ക് 50 ആണ് പി റേഷ്യോ. ആദ്യത്തെ കമ്പനിക്ക് 100 ആയിരുന്നു അവരുടെ ഗ്രോത്ത് റേറ്റ്. ഗ്രോത്ത് എന്ന് നമ്മൾ പറയുന്ന റവന്യൂ ഗ്രോത്തിനെ പറ്റിയിട്ടാണ് ഞാനിവിടെ സംസാരിക്കുന്നത്. ശരിക്കും ഇതിന് വേണ്ടത് നമ്മുടെ ഏണിങ്സ് ഗ്രോത്ത് അല്ലെ പ്രോഫിറ്റ് ഗ്രോത്ത് ആണ് വേണ്ടത്. പക്ഷെ ഞാൻ എപ്പോഴും റവന്യൂ ഗ്രോത്ത് നോക്കാറില്ല. അതിന്റെ റീസൺ എന്താണെന്ന് വെച്ചാൽ ഞാൻ സെലക്ട് ചെയ്യുന്ന കമ്പനികൾക്ക് ഓപ്പറേറ്റിംഗ് ലിവറേജ് ഉള്ള കമ്പനികളായിരിക്കും ഞാൻ സെലക്ട് ചെയ്യുന്നത്. എന്ന് വെച്ചാൽ റവന്യൂ ഗ്രോത്ത് എത്രയാണോ അതിന് മുകളിലായിരിക്കും പ്രോഫിറ്റ് ഗ്രോത്ത് വരുന്നത്. ഒരു 100% ഗ്രോത്ത് റേറ്റ് റവന്യൂവിൽ വന്നാൽ 110, 120, 150% ആയിരിക്കും പ്രോഫിറ്റിൽ ഗ്രോത്ത് വരുന്നത്. അതുകൊണ്ട് തന്നെ പ്രോഫിറ്റ് ഗ്രോത്ത് കൂടുതലായിരിക്കും. പക്ഷേ ഞാൻ റവന്യൂവിന്റെ ഗ്രോത്ത് മാത്രമേ എടുക്കാറുള്ളൂ. കാരണം എന്താണെന്ന് വെച്ചാൽ കുറച്ച് കൺസർവേറ്റീവ് ആയിട്ട് എടുക്കുന്നതാണ്. കാരണം നമുക്ക് കിട്ടുന്ന നമ്പറിനേക്കാൾ കുറച്ചുകൂടെ ബെറ്റർ ആയിട്ടുള്ള നമ്പേഴ്സ് ആയിരിക്കും ശരിക്കും ഉള്ളത്. അതുകൊണ്ട് തന്നെ റവന്യൂ ഗ്രോത്തിനെ പറ്റിയാണ് നമ്മൾ ഇപ്പോൾ സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ആദ്യത്തെ കമ്പനിക്ക് 50 പി റേഷ്യോ, അവിടെ ഗ്രോത്ത് വന്നിരിക്കുന്നത് 100 ആണ്. അതുകൊണ്ട് തന്നെ പെഗ് റേഷ്യോ 0.5. ഇപ്പുറത്ത് ഒരു കമ്പനിക്ക് 50 തന്നെയാണ് പി റേഷ്യോ, പക്ഷെ അവരുടെ ഗ്രോത്ത് റേറ്റ് എന്ന് പറഞ്ഞാൽ 50% ഗ്രോത്ത് റേറ്റ് ആ കമ്പനിക്കുള്ളൂ. അപ്പൊ 50 ഡിവൈഡ് ബൈ 50 1. അപ്പോൾ ഈ 50% ഗ്രോ ചെയ്യുന്ന കമ്പനിക്ക് 1 ആണ് പെഗ് റേഷ്യോ, 100% ഗ്രോ ചെയ്യുന്ന കമ്പനിക്ക് 0.5 ആണ് പെഗ് റേഷ്യോ. അപ്പൊ അതിൽ നിന്ന് മനസ്സിലാക്കാം പെഗ് റേഷ്യോ കുറഞ്ഞിരിക്കുന്നതാണ് നല്ലത്. കാരണം പെഗ് റേഷ്യോന്റെ ഡിനോമിനേറ്റർ എന്ന് പറഞ്ഞാൽ ഗ്രോത്ത് ആണ്, പി ഡിവൈഡ് ബൈ ഗ്രോത്ത് ആണ്. ഗ്രോത്ത് കൂടുന്തോറും ഈ കമ്പനിയുടെ പെഗ് റേഷ്യോ കുറഞ്ഞുകൊണ്ടിരിക്കും. കാരണം ഡിനോമിനേറ്ററിന്റെ വാല്യൂ കൂടുന്തോറും ഈ പറഞ്ഞ ഈ ഡിവൈഡ് ചെയ്ത് കിട്ടുന്ന ഫാക്ടറിന്റെ വാല്യൂ കുറഞ്ഞുകൊണ്ടേയിരിക്കും. അതുകൊണ്ട് തന്നെ ഡിനോമിനേറ്റർ കൂടുക, ഗ്രോത്ത് കൂടി കഴിഞ്ഞാൽ പെഗ് റേഷ്യോ കുറയും. അപ്പൊ പെഗ് റേഷ്യോ നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുന്ന സമയത്ത് ഏറ്റവും കുറഞ്ഞ പെഗ് റേഷ്യോ ഏതാണ് അതാണ് ഏറ്റവും നല്ല രീതിയിൽ പെർഫോം ചെയ്യുന്ന ഒരു ബിസിനസ് എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ നമ്മൾ ഫോർവേഡ് പി കാൽക്കുലേറ്റ് ചെയ്തതിന് ശേഷം അതിന്റെ പെഗ് റേഷ്യോയുടെ കാൽക്കുലേറ്റ് ചെയ്യുക. അങ്ങനെ ചെയ്യുമ്പോൾ നമുക്ക് വരുന്ന വർഷങ്ങളിൽ ബെറ്റർ ആയിട്ട് പെർഫോം ചെയ്യാൻ സാധ്യതയുള്ള ബെറ്റർ ആയിട്ടുള്ള വാല്യുവേഷൻസിൽ അവൈലബിൾ ആയിട്ടുള്ള ബിസിനസ് നമുക്ക് ഫൈൻഡ് ചെയ്യാനായിട്ട് പറ്റും. അതുകൊണ്ട് തന്നെ ഇനി തൊട്ട് നിങ്ങൾ ബിസിനസ്സുകൾ നോക്കുന്ന സമയത്ത് അവരുടെ ഫോർവേഡ് പി, അവരുടെ പി റേഷ്യോ ഇപ്പോഴത്തെ പി റേഷ്യോ അല്ല നോക്കേണ്ടത്, അതിന് യാതൊരു വാല്യൂ ഇല്ലെന്നുള്ള കാര്യം മനസ്സിലാക്കുക. കാരണം അടുത്ത വർഷം ഈ ബിസിനസ് ഇപ്പൊ ഞാൻ നേരത്തെ ആദ്യം പറഞ്ഞ എക്സാമ്പിളിലുള്ള ബിസിനസ് നോക്കുക, അവർ 100 രൂപയാണ് അവരുടെ പ്രോഫിറ്റ്. അവരുടെ ടോട്ടൽ ബിസിനസിന്റെ വാല്യൂ അല്ലെ മാർക്കറ്റ് ക്യാപ്പ് എന്ന് പറഞ്ഞാൽ 1000 ആണ്. 1000 ഡിവൈഡ് ബൈ 100 10 എന്ന് പറഞ്ഞ പി റേഷ്യോ നമുക്ക് കിട്ടി. സെയിം ടൈമിൽ ആ ബിസിനസ്സിൽ എന്തെങ്കിലും പ്രശ്നങ്ങളൊക്കെ നടക്കുവാണ്, അല്ലെങ്കിൽ ഇപ്പോൾ പറഞ്ഞ പോലെ ക്രൂഡ് ഓയിലിന്റെ പ്രൈസ് കൂടി, അതുകൊണ്ട് തന്നെ ഇവർക്ക് അത് ഇവരെ അഫക്ട് ചെയ്യുന്ന അല്ലെ റോ മെറ്റീരിയലിന്റെ പ്രൈസിനെ ഒക്കെ അഫക്ട് ചെയ്യാൻ സാധ്യതയുള്ളതും അല്ലെ ഇവർ എക്സ്പോർട്ട് ചെയ്യുന്ന ഒരു ബിസിനസ്സാണ്. അതുകൊണ്ട് തന്നെ ഇവർക്ക് എക്സ്പോർട്ട് കാര്യങ്ങൾ കൃത്യമായിട്ട് നടക്കാതെ വരികയും അടുത്ത വർഷം ഈ കമ്പനിക്ക് ഈ വർഷം ഉണ്ടായിരുന്ന 100 കോടി രൂപ പ്രോഫിറ്റ് ജനറേറ്റ് ചെയ്യാൻ പറ്റില്ലെന്ന് വിചാരിക്കുക. അടുത്ത വർഷം ഇവരുടെ പ്രോഫിറ്റ് എന്ന് പറഞ്ഞാൽ 50 ആയിട്ട് കുറഞ്ഞു പോയി വിചാരിക്കുക. ആ സമയത്ത് അടുത്ത വർഷം ആകുമ്പോഴത്തേന് ഈ ബിസിനസിന്റെ ഈ സ്റ്റോക്കിന്റെ പ്രൈസിൽ വ്യത്യാസമൊന്നും വരുന്നില്ലെന്ന് വിചാരിക്കുക. ഈ സ്റ്റോക്ക് ഇപ്പൊ തന്നെ ഉള്ള അവസ്ഥയിൽ നിന്നാൽ പോലും സെയിം ടൈമിൽ ഇപ്പൊ 10 പെഗ് റേഷ്യോ പി റേഷ്യോ ഉണ്ടായിരുന്ന കമ്പനിക്ക് അടുത്ത വർഷം ആകുമ്പോൾ അവരുടെ പ്രോഫിറ്റ് 50 ആയിട്ട് കുറയുന്നു. 1000 ഡിവൈഡ് ബൈ 50 എന്ന് പറയുമ്പോൾ അവരുടെ പി റേഷ്യോ എന്ന് പറഞ്ഞാൽ 20 ആയിട്ട് കൂടും. പ്രൈസിൽ ഒരു വ്യത്യാസം വന്നിട്ടില്ല, സ്റ്റോക്ക് അവിടെ തന്നെ നിൽക്കുകയും ചെയ്തു. പക്ഷേ അതിന്റെ പി റേഷ്യോ എന്ന് പറഞ്ഞത് 10 ഉണ്ടായിരുന്ന പി റേഷ്യോ 20 ആയിട്ട് കൂടി. അതിന്റെ റീസൺ എന്താണ്? അവരുടെ പ്രോഫിറ്റിൽ ഗ്രോത്ത് വന്നില്ല എന്നുള്ളത്. അപ്പോൾ അതുകൊണ്ട് തന്നെ അടുത്ത വർഷം ഈ ബിസിനസ് എങ്ങനെ പെർഫോം ചെയ്യുന്നുള്ള കാര്യം നമുക്ക് കൃത്യമായിട്ട് അറിയേണ്ടതായിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ നമുക്ക് ഇപ്പോഴത്തെ പി റേഷ്യോന് യാതൊരു വാല്യൂ ഇല്ല. നമുക്ക് അടുത്ത വർഷം അല്ലെ വരുന്ന വർഷങ്ങളിൽ ഈ ബിസിനസിന്റെ പെർഫോമൻസ് ഫോർവേഡ് പി ആണ് നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യേണ്ടത്. അത് കാൽക്കുലേറ്റ് ചെയ്യുക. അതിനുശേഷം നമ്മൾ അതിനെ വെച്ചിട്ട് നമ്മൾ ഗ്രോത്തുമായിട്ട് കമ്പയർ ചെയ്യുക. ഇപ്പോൾ അത് കമ്പയർ ചെയ്യുന്ന വേറെ ഒന്നും കൊണ്ടല്ല, നമുക്കിപ്പോൾ 25 പിയിലുള്ള ഒരു ബിസിനസ് ഉണ്ടാവും, അതിന്റെ ഗ്രോത്ത് റേറ്റ് ചിലപ്പോൾ ഒരു 12% ആയിരിക്കും. അപ്പുറത്ത് നമുക്ക് സെയിം ടൈമിൽ തന്നെ ഒരു 50 പിയിൽ കിടക്കുന്ന സ്റ്റോക്ക് ഉണ്ടാകും. കാരണം നമുക്ക് ഒരേ പിയിലുള്ളതാണ്, നമുക്ക് വലിയ കൺഫ്യൂഷൻസ് ഒന്നുമില്ല. 25 പിയിലുള്ള 2 ബിസിനസ്സുകൾ നമുക്ക് കിട്ടുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് തന്നെ അറിയാം ഗ്രോത്ത് കൂടിയ കമ്പനി ആയിരിക്കും നമ്മൾ സെലക്ട് ചെയ്യേണ്ടെന്നുള്ള കാര്യം. കാരണം സ്വാഭാവികമായിട്ടും 2 ഒരേ പിയിലാണ് അവൈലബിൾ, അതിനൊക്കെ കൂടുതൽ ഗ്രോ ചെയ്യുന്ന കമ്പനി നമ്മൾ സെലക്ട് ചെയ്യും. സ്വാഭാവികമായിട്ടും നമുക്ക് ഈസി ആയിട്ട് സെലക്ട് ചെയ്യാൻ പറ്റും. അപ്പോൾ ഇതേ സമയത്ത് ഇപ്പോൾ 25 പി ഉള്ള ഒരു കമ്പനി 50 പി ഉള്ള ഒരു കമ്പനി കിടന്നാൽ നമ്മുടെ മനസ്സ് പറയാം നമുക്ക് 25 പി ആണ് നല്ലതെന്നുള്ള കാര്യമാണ് നമുക്ക് ഒറ്റ നോട്ടത്തിൽ മനസ്സിലാവുന്ന ഒരു കാര്യം. പക്ഷെ അങ്ങനെയല്ല നമ്മൾ ചെയ്യേണ്ടത്, അതിനെ ഗ്രോത്തുമായിട്ട് കമ്പയർ ചെയ്യണം. 25 പി ഉള്ള ഒരു കമ്പനിയുടെ ഗ്രോത്ത് റേറ്റ് ഇപ്പോൾ ഒരു 10-12% ഉള്ളെന്നുണ്ടെങ്കിൽ ആ കമ്പനിയുടെ പെഗ് റേഷ്യോ എന്ന് പറഞ്ഞാൽ 25 ഡിവൈഡ് ബൈ 12 അല്ലെങ്കിൽ 12 എന്ന് എടുക്കാം. 12% ഗ്രോ ചെയ്യുന്നതെങ്കിൽ പെഗ് റേഷ്യോ 2 കിട്ടും. 25 ഡിവൈഡ് ബൈ 12 2 കിട്ടും പെഗ് റേഷ്യോ. അപ്പുറത്ത് നമ്മൾ 50 കിടക്കുന്ന പിയിലുള്ള ഒരു കമ്പനി, അവരുടെ ഗ്രോത്ത് റേറ്റ് ഈ പറഞ്ഞ പോലെ ഒരു 50% തന്നെ ഗ്രോ ചെയ്യും. 100% തന്നെ നമ്മൾ എടുക്കുന്നത് 50 പിയിലുള്ള കമ്പനിയുടെ ഗ്രോത്ത് റേറ്റ് 50% ആണെന്ന് വിചാരിക്കുക. 50 ഡിവൈഡഡ് ബൈ 50 എന്ന് പറയുമ്പോൾ 1 എന്ന് കിട്ടും. ആദ്യത്തെ കമ്പനിയുടെ 25 ഡിവൈഡ് ബൈ 12 2 ആണ്. ഇപ്പുറത്തെ കമ്പനിയുടെ 50 ഡിവൈഡ് ബൈ 50 എന്ന് പറയുന്നത് പെഗ് റേഷ്യോ 1 ആണ്.
ഇതിനകത്ത് നമ്മൾ ഏത് കമ്പനിയാണ് ചൂസ് ചെയ്യേണ്ടത്? പെഗ് റേഷ്യോ 1 ഉള്ള കമ്പനിയാണ് നമ്മൾ ചൂസ് ചെയ്യേണ്ടത്. അതിന്റെ റീസൺ എന്താ? അവരുടെ ഗ്രോത്ത് റേറ്റ് കൂടുതലായതുകൊണ്ട് തന്നെ ഇവരുടെ പ്രോഫിറ്റ് ഗ്രോ ചെയ്യുന്നത് വളരെ വേഗത്തിലായിരിക്കും. അതുകൊണ്ട് തന്നെ ഇവർക്ക് ഇപ്പൊ 50 PE കണ്ടാലും അടുത്തൊരു വർഷം കഴിയുമ്പോഴത്തേക്ക് ഇപ്പൊ 50% ഗ്രോ ചെയ്തിരിക്കുന്ന കമ്പനിയാണ്. അടുത്തൊരു വർഷം കഴിയുമ്പോഴത്തേക്ക് ഇവരുടെ PE റേഷ്യോ വീണ്ടും ഇവിടുന്ന് ഏകദേശം ഒരു 35-നും 40-നും ഇടയ്ക്കായിട്ട് ഇവരുടെ PE റേഷ്യോ കുറയാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. അതേപോലെ തന്നെ ഈ സെയിം ടൈമിൽ അപ്പുറത്ത് നമ്മൾ 25-ൽ കണ്ട PE റേഷ്യോ, ആ കമ്പനിയുടെ PE റേഷ്യോ ഇത്രയും വേഗത്തിൽ കുറയില്ല. അത് 25-ന് 24, 23, 22-ലേക്കൊക്കെ അതിന്റെ PE റേഷ്യോ കുറയാൻ സാധ്യതയുള്ളൂ. ഇതിനൊക്കെ ഇനി കുറച്ചുകൂടെ ബെറ്റർ ആയിട്ട് മനസ്സിലാകണമെങ്കിൽ ഈ ഒരു 50 PE ഉള്ള കമ്പനിയുടെ ഗ്രോത്ത് റേറ്റ് 100% ആണെന്ന് വിചാരിച്ചു നോക്കുക. 100% ആണെങ്കിൽ 50 ഡിവൈഡ് ബൈ 100 എന്ന് പറഞ്ഞാൽ അവരുടെ പെഗ് റേഷ്യോ എന്ന് പറയുന്നത് 0.5 ആണ് പെഗ് റേഷ്യോ വരുന്നത്. അതുകൊണ്ട് തന്നെ നമ്മൾ ആദ്യം പറഞ്ഞതിന് 2, ഇതിന് 0.5. അതുകൊണ്ട് തന്നെ ഇതാണ് ബെറ്റർ എന്ന് നമ്മൾ മനസ്സിലാക്കി. അതിന്റെ കാര്യം എന്താണെന്ന് വെച്ചാൽ ഇതിപ്പോൾ 100% ഗ്രോ ചെയ്തുകൊണ്ടിരിക്കുന്നതുകൊണ്ട് തന്നെ അടുത്ത വർഷം ആകുമ്പോഴത്തേന് ഇവരുടെ പ്രോഫിറ്റ് ഡബിൾ ആവും. പ്രോഫിറ്റ് ഡബിൾ ആകുമ്പോൾ നമ്മൾ ആദ്യത്തെ എക്സാമ്പിൾ നോക്കിയില്ലേ, അതേപോലെ തന്നെ ഇവിടുത്തെ അവരുടെ PE റേഷ്യോ നേരെ ഹാഫ് ആവും. അതായത് അടുത്ത ഒരു വർഷം കഴിയുമ്പോൾ ഈ കമ്പനിയുടെ PE റേഷ്യോ 50-ന് 25 കുറയും ഈ സെയിം സ്ഥലത്ത്. അതേ സമയത്ത് മറ്റേ കമ്പനിയുടെ നോക്കിക്കഴിഞ്ഞാൽ 25-ൽ കിടന്ന കമ്പനിയുടെ അവർക്ക് 10-12% ഉള്ള അവരുടെ പ്രോഫിറ്റിൽ ഗ്രോത്ത് വരുന്നുള്ളൂ. അതുകൊണ്ട് തന്നെ ഇവരുടെ PE റേഷ്യോ എന്ന് പറഞ്ഞാൽ 25-ന് ഒരു 22-23-ലേക്ക് മാത്രമേ ഇവരുടെ PE റേഷ്യോ കുറയുള്ളൂ. മറ്റേതിന്റെ 50-ന് 25-ലേക്ക് കുറഞ്ഞു, ഇതിന്റെ 25-ന് 22-23-ലേക്ക് കുറഞ്ഞു. ഇതിന്റെ ആ കുറയുന്ന ഒരു സ്പീഡ് കണ്ടില്ല. അതായത് ഹൈ ഗ്രോത്ത് ഉള്ള കമ്പനിയുടെ PE റേഷ്യോസ് അല്ലെങ്കിൽ ഹൈ ഗ്രോത്ത് ഉള്ള കമ്പനികൾ വരുന്ന വർഷങ്ങളിൽ നമുക്ക് കൂടുതൽ ചീപ്പായിട്ട് അവൈലബിൾ ആകാനായിട്ട് പോകുന്ന കമ്പനികളാണ്. അതുകൊണ്ട് തന്നെ നമുക്ക് എപ്പോഴും ഇങ്ങനെ ചൂസ് ചെയ്യുന്ന സമയത്ത് നമ്മൾ ഈ പെഗ് റേഷ്യോനെ കാൽക്കുലേറ്റ് ചെയ്തതിന് ശേഷം ആ പെഗ് റേഷ്യോയിൽ ബെറ്റർ ആയിട്ട് പെർഫോം ചെയ്യുന്ന ഏതാണ് ബിസിനസ് അതിനെ നമ്മൾ ചൂസ് ചെയ്യാനായിട്ട് ട്രൈ ചെയ്യുന്നതായിരിക്കും എപ്പോഴും നല്ലത്. അപ്പോൾ ഫോർവേഡ് PE പറ്റിയിട്ട് അതുപോലെ തന്നെ പെഗ് റേഷ്യോനെ പറ്റിയിട്ട് ഏകദേശം ഒരു ധാരണ ഉണ്ടായെന്ന് വിചാരിക്കുന്നു. ഇത് കൃത്യമായിട്ട് മനസ്സിലായിട്ടില്ലാത്ത ആൾക്കാർ ഈ വീഡിയോ ഒന്നുകൂടെ കാണുന്നതല്ലായിരിക്കും. അതുപോലെ തന്നെ അതല്ലെങ്കിൽ ഒരുപാട് വീഡിയോസ് അവൈലബിൾ ആണ് പെഗ് റേഷ്യോ എന്താണെന്നൊക്കെ മനസ്സിലാക്കുന്നത്. പക്ഷെ നമ്മൾ എപ്പോഴും അവിടെ ഫോർവേഡ് PE കൂടെ അതിന്റെ കൂട്ടത്തിൽ ഫോർവേഡ് PE ആയിട്ട് കണക്ട് ചെയ്തതിനെയൊക്കെ നോക്കാനായിട്ട് ട്രൈ ചെയ്യണം. ഇത്തരം കാര്യങ്ങളൊക്കെയാണ് ഈ ഒരു വീഡിയോയിൽ പറയാനായിട്ടുള്ളത്. പിന്നെ അതുപോലെ പെഗ് റേഷ്യോ PE റേഷ്യോനൊക്കെ പറ്റിയിട്ട് വേറെ 1-2 വീഡിയോസ് നമ്മൾ ചാനലിൽ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇത് താല്പര്യമുള്ളവർക്ക് ആ വീഡിയോസ് കാണാവുന്നതാണ്. നമുക്ക് എന്തായാലും അടുത്തൊരു വീഡിയോയിൽ കാണാം.